നമസ്കാരം. ഏറ്റവും പുതിയതും അതോടൊപ്പം തന്നെ അത്യന്തം പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അറിയിപ്പിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ലഭ്യമാകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് പുറമെ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന കർഷക കുടുംബങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലുള്ള നിരവധി കർഷകർക്കും വലിയൊരു താങ്ങും തണലായിട്ട് മാറിയ കേന്ദ്ര സർക്കാരിൻ്റെ പ്രമുഖ പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. ഈ PM കിസാൻ സമ്മാൻ നിധി വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാധാരണക്കാർക്കേറെ ആശ്വാസം നൽകുന്ന ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 4 മാസത്തെ കൃത്യമായ ഇടവേളകളിൽ 2000 രൂപ വീതം വർഷത്തിൽ ആകെ 6000 രൂപയാണ് അർഹരായിട്ടുള്ള കർഷകരുടെയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. നാളിതുവരെയായിട്ട് 23 ഗഡുക്കൾ വിജയകരമായിട്ട് വിതരണം ചെയ്തു കഴിഞ്ഞ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കർഷകരേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 24ാമത് ഗഡുവിൻ്റെ വിതരണത്തിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ തന്നെ ഈ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. ഈ തുക വിതരണം സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാവരും ഫോളോ ചെയ്യുക. രാജ്യത്തെ കാർഷിക മേഖലയെ ശക്തമാക്കുന്നതിനും അർഹരായിട്ടുള്ള കർഷകർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് വൻ തുകയാണ് കേന്ദ്ര സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത്. മുൻപ് സൗജന്യ റേഷൻ ആനുകൂല്യങ്ങൾ നൽകുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന അത് 5 വർഷത്തേക്ക് നീട്ടിയതുപോലെ തന്നെ ഈ കർഷക ക്ഷേമ പദ്ധതിയും അടുത്ത 5 വർഷക്കാലത്തേക്ക് കൂടി യാതൊരുവിധ തടസ്സവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായിട്ട് രാജ്യമെമ്പാടുമുള്ള 10 കോടിയിലധികം വരുന്ന കർഷക കുടുംബങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഏകദേശം 3.15 ലക്ഷം കോടി രൂപയോളം ഇപ്പോൾ ഫണ്ടായിട്ട് കേന്ദ്ര സർക്കാർ മുൻകൂട്ടി അനുവദിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ നിലവിൽ അർഹതയുള്ള കർഷകർക്ക് വരും വർഷങ്ങളിലും ഈ തുക കൃത്യമായിട്ട് ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇതിനിടയിൽ ഈ പദ്ധതിയിൽ പുതുതായിട്ട് പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒട്ടനവധി ആളുകൾ നമ്മളെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും യോഗ്യരായ പുതിയ കർഷകർക്ക് PM കിസാൻ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ ഇപ്പോഴും പൂർണ്ണമായ അവസരമുണ്ട്. എന്നാൽ ഇതിനായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ചില കർശനമായ നിബന്ധനകൾ നമ്മളെല്ലാവരും നിർബന്ധമായിട്ട് പാലിക്കേണ്ടതുണ്ട്. പദ്ധതി ആരംഭിച്ച 2018-19 കാലഘട്ടത്തെ അടിസ്ഥാനമാക്കിയാണ് പുതിയ അപേക്ഷകളൊക്കെ തന്നെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപേക്ഷിക്കുന്ന വ്യക്തിക്ക് 2018 സ്വന്തമായി കൃഷിഭൂമി ഉണ്ടായിരിക്കുകയും ആ ഭൂമി ഇപ്പോഴും സ്വന്തം കൈവശം തന്നെ തുടരുകയും വേണം. ഇതിൻ്റെ തെളിവായിട്ട് 2018 കരമടച്ച രസീതും അതോടൊപ്പം തന്നെ നിലവിലെ വർഷത്തെ പുതിയ കരമടച്ച രസീതും കൃത്യമായി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ അപേക്ഷ അപ്രൂവ് ആയി കഴിഞ്ഞാൽ മുൻപ് മുടങ്ങിപ്പോയ ഗഡുക്കളുടെയൊക്കെ തന്നെ തുക കൂടി ഒരുമിച്ച് ലഭിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതേ ആനുകൂല്യം തന്നെയാണ് ഇപ്പോഴും പുതിയ അപേക്ഷകർക്കായിട്ട് തുടരുന്നത്. അതേസമയം നിലവിൽ മുടങ്ങാതെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർഷകരും ഉടനടി തന്നെ ശ്രദ്ധിക്കേണ്ട അത്യന്തം പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ KYC പുതുക്കലാണ്. മുൻപത്തെ വർഷങ്ങളിൽ നിങ്ങൾ ഈ ഒരു KYC ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും 2026 വർഷത്തിൽ ഇത് വീണ്ടും പുതുക്കിയിട്ടില്ല എങ്കിൽ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്താതെ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററുകളിലോ നേരിട്ടെത്തിക്കൊണ്ട് ബയോമെട്രിക് മാർഗത്തിലൂടെയോ ആധാർ OTP വഴിയോ നിങ്ങളുടെ KYC പുതുക്കൽ പ്രക്രിയ വളരെ വൈകാതെ തന്നെ പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് കർഷകർ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കേന്ദ്ര സർക്കാർ പുതുതായിട്ട് നടപ്പിലാക്കിയ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി അതുവഴി സ്വന്തം കർഷക ID കരസ്ഥമാക്കുക എന്നതാണ്. ഇതിനായിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭൂമിയുടെ നിലവിലെ കരമടച്ച രസീത്, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ നൽകിക്കൊണ്ട് രജിസ്ട്രേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. തുടർന്ന് വില്ലേജ് ഓഫീസിലും കൃഷിഭവനിലും നിങ്ങളുടെ അപേക്ഷയുടെ കൃത്യമായ ഡാറ്റ വെരിഫിക്കേഷൻ പൂർത്തിയാകുമ്പോൾ മാത്രമാണ് ഈ പ്രൊഫൈൽ വെരിഫൈ ആവുകയും ഫാർമർ ID ജനറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഈ ID എടുത്തു വയ്ക്കുന്നത് ഭാവിയിൽ PM കിസാൻ പദ്ധതിക്ക് മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ജൈവവള രാസവള സബ്സിഡികൾ അതോടൊപ്പം തന്നെ സൗജന്യ കാർഷിക ഉപകരണങ്ങൾ, വിള ഇൻഷുറൻസുകൾ തുടങ്ങി കർഷകർക്കായിട്ടുള്ള മുഴുവൻ പദ്ധതികൾക്കും വരും വർഷങ്ങളിൽ നിർബന്ധമാക്കപ്പെടുകയും ചെയ്യും. ചുരുക്കത്തിൽ പദ്ധതിയുടെ തുടർന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും യാതൊരു തടസ്സവുമില്ലാതെ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നേരിട്ടെത്താൻ എല്ലാ കർഷകരും ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടിയന്തരമായിട്ട് പൂർത്തിയാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നിലവിൽ കർഷക ID ഉണ്ടോ ഇല്ലയോ എന്ന കാര്യവും നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസും സ്വന്തം ആധാർ നമ്പർ മാത്രം ഉപയോഗിച്ച് ഓൺലൈനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ പരിശോധിക്കാനായിട്ട് സാധിക്കും. കർഷകർക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള ഔദ്യോഗികമായിട്ടുള്ള കൃത്യമായ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനോ അതോടൊപ്പം കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് കൃത്യമായി പരിശോധിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് ഇപ്പോൾ തന്നെ ഉറപ്പുവരുത്തുക. ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ തുടർന്നും കൂടുതൽ ദൈനംദിന അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മറക്കാതെ ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.